നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ചുകളൊക്കെ കാണുന്നതാണ് പഠിച്ചത്. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡൊമൈൻ റേഞ്ചുകൾ കാണുന്ന 2-3 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ആ ഡൊമൈനും റേഞ്ചുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ്. ഒരു 4 ഫംഗ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ഒന്നാമത്തത് തന്നിരിക്കുന്നത് f(x) = x/x-1 എന്നുള്ളതാണ്. f(x) = x/x-1. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ്, റാഷണൽ ഫംഗ്ഷൻ വരുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 എക്സ്പ്രഷൻസ് വരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ =0 എന്ന് എടുക്കുക. അപ്പോൾ x നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ആ 1 ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കുക. 1 ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ x = 1 0 ആവുന്നില്ലല്ലോ. അപ്പം ഈ കിട്ടുന്ന വില ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ 0 ആവുകയാണെങ്കിൽ ആ വില എടുക്കാൻ പറ്റില്ല. അതേസമയം x = 1 ഇവിടെ കൊടുക്കുമ്പോൾ 0 ആകുന്നില്ല, ഇവിടെ 1 എന്നാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് എടുക്കാം. സോ ഇപ്പോൾ x+1 എന്നാണെങ്കിലും കുഴപ്പമില്ല, കാരണം x 1 കൊടുക്കുമ്പോൾ 1 + 1 2 എന്നാണ് കിട്ടുക. 0 വരാതിരുന്നാൽ മതി ന്യൂമറേറ്റർ. അപ്പോൾ x = 1 എന്ന് പറയുന്ന വിലയ്ക്ക് ന്യൂമറേറ്റർ 0 അല്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതണം ഡൊമൈൻ = R set 1 എന്നുള്ളതാണ്. അതായത് ആറിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? നിങ്ങൾ 1നെ മൈനസ് ചെയ്ത് കൊടുക്കുക. R set 1. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ 0 കിട്ടുന്ന വില കിട്ടി, എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ആ വില ന്യൂമറേറ്ററിൽ 0 ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ഡൊമൈൻ = റിയൽ നമ്പർ മൈനസ് സെറ്റിനകത്ത് എത്ര വാല്യൂ കിട്ടിയോ അത്രയും വിലകൾ ഇടുക. ഇവിടെ 1 മാത്രമാണ് കിട്ടിയത്, അതുകൊണ്ട് 1 എന്ന് ഇട്ടു. ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾക്ക് റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റേഞ്ച് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ f(x)ന് പകരം നിങ്ങൾ y എന്ന് കൊടുക്കുക. y = x/x-1. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് ഇതിപ്പോൾ y = x-ലല്ലേ, ഇനി തിരിച്ചാക്കണം. x = y-ലുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഇതിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക? y × x-1 = x. ദാറ്റ് ഈസ് yx - y = x. എനിക്ക് x = എന്നാണ് വേണ്ടത്. അപ്പോൾ x ഉള്ള ആളുകളെ ഒരുമിച്ച് എഴുതണം. അപ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ എന്താ എക്സിനെ ഇഞ്ഞു കൊണ്ടുവന്നു, -y അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ yx - x = y. ശരിയല്ലേ? ദാറ്റ് ഈസ് x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ x × y - 1 = y. ദാറ്റ് ഈസ് x = y/y - 1. അപ്പം y = x-ലുള്ള എക്സ്പ്രഷനിൽ നിന്ന് x = y മാത്രമേ കാണാൻ പാടുള്ളൂ. x = y-ലുള്ള എക്സ്പ്രഷനിൽ എത്തിച്ചേർന്നു. ഇനി നിങ്ങൾ ഇത് എങ്ങനെയാണോ ഡൊമൈൻ കണ്ടത് അതുപോലെ തന്നെ ഇവിടെയും നോക്കുക. അതായത് ഡിനോമിനേറ്റർ 0 ആവുന്ന വില എടുക്കുക. y - 1 = 0, y = 1 എന്ന് കിട്ടി. ആ 1 ഇതിൻ്റെ ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ 0 ആകുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മൾക്ക് എഴുതാം therefore range = R - 1. ആ റേഞ്ച് റിയൽ നമ്പറിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? ഈ 1നെ മൈനസ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പ്രഷനിൽ ഡൊമൈൻ കാണുന്നത്, തരുന്ന എക്സ്പ്രഷനിൽ ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വിലകൾ കാണുക. ആ വില ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ 0 കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഡൊമൈൻ = റിയൽ നമ്പർ മൈനസ് ആ വാല്യൂ കൊടുക്കുക. റേഞ്ച് കാണുന്നതിന് f(x)ന് പകരം നിങ്ങൾ y എന്ന് കൊടുക്കുക. y തന്നെയാണ് f(x). y കൊടുക്കുക. അതിൽ നിന്നും x = y-ലുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ ഡൊമൈൻ എങ്ങനെയാണോ ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് ഡിനോമിനേറ്ററിൻ്റെ വില കണ്ടിട്ട് അതിനെ റിയൽ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. f(x) = x² + 2x + 1/x² - 8x + 2. ശ്രദ്ധിക്കുക, ഞാൻ ഹെഡിങ് ഒരുമിച്ച് കൊടുത്തതേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ഡൊമൈൻ കാണാൻ മാത്രമേ ചോദിക്കുള്ളൂ. റേഞ്ച് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ഡൊമൈൻ കാണാൻ മാത്രം, ഈ ക്വസ്റ്റ്യൻ ഡൊമൈൻ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ കാണുന്നതിന് ഇത് അറിയാമല്ലോ, റാഷണലാണ്. അപ്പോൾ ഡിനോമിനേറ്റർ = 0 എടുക്കുക. x² - 8x + 12 = 0. -b ± വെച്ച് സോൾവ് ചെയ്ത് എക്സിൻ്റെ വില കാണാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ സമ്മ് കിട്ടേണ്ടത് 8, പ്രോഡക്റ്റ് 12. അറിയാമല്ലോ, പ്രോഡക്റ്റ് 12 കിട്ടുന്ന വില 1ഉം 12ഉമാണ്. 1ഉം 12ഉം എടുത്താൽ 8 കിട്ടില്ല. അടുത്ത 2ഉം 6ഉം 6 കോമ്പിനേഷൻ എടുത്താൽ അത് 2 നെഗറ്റീവ് ആകുമ്പോൾ -8 എന്ന് കിട്ടും. ഇവയുടെ പ്രോഡക്റ്റ് +12 എന്ന് കിട്ടും. കറക്റ്റ് ആണല്ലോ? അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? x - 2 × x - 6 = 0. ഇങ്ങനെയാണല്ലോ ഫാക്ടറൈസ് ചെയ്യുന്നത്. നമ്മൾ നോക്കേണ്ടത്, ഫാക്ടറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 വരുന്ന 2 നമ്പറുകൾ എടുക്കുക. ആ 2 നമ്പറിൻ്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന -8 കിട്ടുന്നത് നോക്കുക. അപ്പം നമ്മൾ 12 എടുത്തു, 1ഉം 12ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. പക്ഷേ 1ഉം 12ഉം ഒരിക്കലും കമ്പൈൻ ചെയ്താൽ 8 കിട്ടില്ല.
അത് കഴിഞ്ഞ് 2ഉം 6ഉം എടുത്തു. 2ഉം 6ഉം എടുക്കുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. പ്രോഡക്റ്റ് എടുത്താൽ 12ഉം കിട്ടും. അപ്പം 8 കിട്ടണമെങ്കിൽ -8 കിട്ടണമെങ്കിൽ രണ്ടുപേരും നെഗറ്റീവ് ആയാലേ -8 കിട്ടുള്ളൂ. അവരുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ +12ഉം കിട്ടും. അപ്പം x - 2 x - 6. അപ്പോൾ എക്സിൻ്റെ വിലകൾ കിട്ടുന്നു 2,6. എക്സിന് 2 വിലകൾ കിട്ടും, 2ഉം 6. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുത്തു നോക്കുക. 2² 4 + 2 × 2 4 4 + 4 8 + 1 9 0 അല്ല. 6 കൊടുക്കുമ്പോൾ 6² 36 + 2 × 6 12 48 + 1 49 അത് 0 അല്ല. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഡൊമൈൻ = റിയൽ നമ്പർ - സെറ്റ് 2,6. റിയൽ നമ്പറിൽ നിന്ന് ആരെയൊക്കെ മൈനസ് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റുകളെ മൈനസ് ചെയ്യണം. ഇങ്ങനെയാണ് ഡൊമൈൻ കാണുന്നത്. ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കേണ്ട, അത് ചോദിക്കില്ല, ഡൊമൈൻ മാത്രം കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. f(x) = √x-1. നോക്കൂ, f(x) = √x-1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. അപ്പോൾ എക്സിന് ഏത് വില കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് വരും? നോക്കൂ, എക്സിന് 1 കൊടുത്താൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക അല്ലേ? y ആണ് f(x) എന്ന് വെച്ചാൽ y 0 കിട്ടും. എന്നാൽ എക്സിന് 1ൽ കുറഞ്ഞ ഒരു വില കൊടുത്താലോ? ഇപ്പം 1 കൊടുത്താൽ 0 കിട്ടും, 2 3 ഏത് കൊടുത്താലും പോസിറ്റീവ്. പക്ഷേ 1ൽ കുറഞ്ഞൊരു വില കൊടുക്കുക, 0 കൊടുത്തു നോക്ക്, നെഗറ്റീവ് ആവില്ലേ? -1 കൊടുത്തു നോക്ക്, നെഗറ്റീവ് ആവില്ലേ? അപ്പം 1ൽ താഴേക്കുള്ള നിങ്ങൾ 0.5 കൊടുത്തു നോക്കൂ, അത് നെഗറ്റീവ് ആവും. 0.5 - 1. അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ 1ൽ കൂടിയ വിലകളെ കൊടുക്കാവൂ, എന്നാലേ ഇത് -m പോസിറ്റീവായി നിൽക്കുള്ളൂ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകളാണല്ലോ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതാം ഡൊമൈൻ = x ≥ 1. 1 കൊടുക്കാം, 1നേക്കാൾ കൂടിയ വിലകളും കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഓർ ക്ലോസ് ടു 1, ∞ എന്ന് എഴുതാം. ക്ലോസ് ടു 1 എന്ന് പറയുമ്പോൾ 1 കൊടുക്കാം, അതിനുശേഷം 1നേക്കാൾ കൂടിയ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വിലയും കൊടുക്കാം. കൊടുത്താൽ നിങ്ങൾക്ക് √പോസിറ്റീവ് എന്ന് കിട്ടും. ഇനി റേഞ്ച് വേണം. നമ്മൾ ഈ വിലകളൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ. അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വില 1ഉം 1ൽ കൂടിയതും. ആദ്യം നിങ്ങൾ 1 കൊടുത്തു, 1 കൊടുത്തപ്പോൾ 0 വന്നു. ഇനി നിങ്ങൾക്ക് 2 കൊടുക്കാം, 2 കൊടുക്കുമ്പോൾ 2 - 1 വരും. 3 കൊടുക്കാം, 3 - 1 2 കൊടുക്കാം. എന്ന് പറഞ്ഞാൽ അർത്ഥം 1 കൊടുക്കുമ്പോൾ 0, പിന്നെ വരുന്നതൊക്കെ √പോസിറ്റീവ് നമ്പർ അല്ലേ, പോസിറ്റീവ് നമ്പറുകളല്ലേ വരിക. അപ്പം റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 കൊടുക്കുമ്പോൾ 0, ഇനി കൊടുക്കുന്നതിനൊക്കെ അനുസരിച്ച് പോസിറ്റീവായ വിലകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം മിനിമം 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ y ≥ 0 എന്ന് കൊടുക്കാം. വൈയുടെ വില 0യും കിട്ടും, 0യേക്കാൾ കൂടിയ എല്ലാ വിലകളും കിട്ടും. കാരണം നിങ്ങളിപ്പം ഒരു 1.2 കൊടുത്താൽ 1.2 - 1 √0.2 അതൊരു പോസിറ്റീവ് വിലയാണ്. അങ്ങനെ 0യേക്കാൾ കൂടിയ വിലകൾ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ക്ലോസ് ടു 0, ∞ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും മാർക്ക് വരും, ഇങ്ങനെ എഴുതിയാലും മാർക്ക് വരും. ഇനിവേ മനസ്സിലാക്കേണ്ട കാര്യം, ഡൊമൈനിലുള്ള എക്സ് വാല്യൂകൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന y വിലകളെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് 1 തൊട്ട് പോസിറ്റീവായ എല്ലാ വിലകളും കൊടുക്കാം. അപ്പോൾ 1 കൊടുക്കുമ്പോൾ √1 - 1 0 വന്നു. ബാക്കി നിങ്ങൾ 1.5 2 ഒക്കെ കൊടുത്താലൊക്കെ 0യേക്കാൾ കൂടിയ വിലകളാണ് വരിക. എന്ന് പറഞ്ഞാൽ അർത്ഥം 0യേക്കാൾ കൂടിയ പോസിറ്റീവ് വിലകളെല്ലാം ഉത്തരങ്ങളായി കിട്ടാം. അപ്പോൾ y ≥ 0 എന്നാണ് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. f(x) = mod x - 1. അപ്പോൾ f(x) = mod x - 1. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് മോഡുലസ്. മോഡുലസ് തന്നാൽ ഡിനോമിനേറ്ററിൽ വേറെ ഒന്നുമില്ല, മോഡുലസിന് പുറത്തും ഒന്നുമില്ല, മോഡുലസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഡൊമൈൻ എന്നുള്ളത് എന്താണ്? ഡൊമൈൻ = നമ്മളുടെ എൻറ്റയർ റിയൽ നമ്പർ ആണ് അല്ലേ? ഏത് വില വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുത്തുകൂടി? ഇതിനകത്ത് കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും വിലകളുണ്ടോ? ഇല്ല, എല്ലാ വിലയും കൊടുക്കാം. ഇനി റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വില കൊടുത്താലും മോഡുലസ് എന്ത് വിലയെ നിങ്ങൾക്ക് തരുള്ളൂ? പോസിറ്റീവായ വിലകളെ മാത്രമേ തരുള്ളൂ. എന്ന് പറഞ്ഞാൽ 0 1 കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പം ക്ലോസ്ഡ് 0, ∞. 0 മുതൽ പോസിറ്റീവായ വിലകൾ മാത്രമേ നിങ്ങൾക്ക് എന്തായി കിട്ടുള്ളൂ? ഉത്തരങ്ങളാക്കി കിട്ടുള്ളൂ. ഈ മോഡുലസിന് പുറത്ത് നമ്പറുകളോ, നമ്പർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മോഡുലസിന് പുറത്ത് നെഗറ്റീവ് എന്നോ അല്ലെങ്കിൽ ഡിവിഷൻ ബൈ ഏതെങ്കിലും ഒന്നോ ഇല്ലെങ്കിൽ ഉറപ്പായും ഡൊമൈൻ റേഞ്ചും ഡൊമൈൻ ആറും റേഞ്ച് ക്ലോസ് 0, ∞ ആയിരിക്കും. കാരണം റേഞ്ച് എല്ലാം ഇപ്പോഴും പോസിറ്റീവായ വിലകൾ മാത്രമാണ് വരിക. 0യും വരും, കാരണം ഇതിൽ നിന്ന് ഡൊമൈനിൽ നിന്ന് 1 കൊടുക്കുമ്പോൾ 0 കിട്ടും. ബാക്കി ഏത് വില കൊടുത്താലും പോസിറ്റീവായ വിലകൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ റേഞ്ച് ക്ലോസ് 0, ∞ ആണ്. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് f = set x, x² by x² plus 1 such that x element r be a function from r to r, find range. എന്തുകൊണ്ടാണ് ഡൊമൈൻ ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമൈൻ അവർ തന്നിട്ടുണ്ട് x element r. x വാല്യൂ ആണ് ഡൊമൈൻ. x element r എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിലുള്ള എല്ലാവരെയും കൊടുക്കാം.
കൊടുക്കാതിരിക്കേണ്ട, ആരെയും കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല, എല്ലാവരെയും കൊടുക്കുക. അപ്പോൾ ഡൊമൈൻ അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡൊമൈൻ ചോദിക്കാഞ്ഞത്. പകരം റേഞ്ച് കണ്ടുപിടിക്കണം. അതായത് നിങ്ങൾ ഈ എക്സ് എലമെൻ്റ് ആറ് എക്സിന് പകരം നിങ്ങൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലകൾ അവിടെ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഓർഡേഡ് ബൈ എക്സ് കോമ വൈ എന്നാണ്. ഈ രണ്ടാമത് തരുന്ന ആളിനെയാണ് എപ്പോഴും നമ്മൾ എന്തെന്ന് വിളിക്കുക? വൈ. അപ്പം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നാണ്. ഇനി ഈ എക്സിലേക്ക് റിയൽ നമ്പറിലെ വിലകൾ കൊടുക്കുന്നതനുസരിച്ച് വൈ ഏത് റേഞ്ചിലാണ് കിട്ടുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത്, റേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ് നേരത്തെ റാഷണൽ എക്സ്പ്രഷൻ വരുമ്പോൾ റേഞ്ച് കാണുന്നതിന് എന്താ ചെയ്യുക? ഇവിടെ വൈ ഈക്വൽ ടു എക്സിലല്ലേ, ഇനി തിരിച്ച് നിങ്ങൾ എന്താക്കണം? എക്സ് ഈക്വൽ ടു വൈയിലെന്നാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് എക്സ് ഈക്വൽ ടു എന്നാണ് വേണ്ടുന്നത്, അതുകൊണ്ട് എക്സുകൾ ഒരുമിച്ച് എഴുതുക. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ എക്സ് സ്ക്വയർ. Therefore, y equal to x square into 1 minus y, that is x square equal to y by 1 minus y. ശരിയാണല്ലോ, x square equal to y by. Therefore, x equal to root of y by 1 minus y എന്ന് വരും. x equal to root of y by 1 minus y എന്നാണ് വരിക. പ്ലസ് ഓർ മൈനസ് എന്ന് വേണമെങ്കിൽ എഴുതാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ എക്സ് എലമെൻറ്റ് റിയൽ നമ്പർ എന്നാണല്ലോ എടുക്കുന്നത്. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ ബൈ 1 മൈനസ് വൈ. ശ്രദ്ധിക്കുക, ഇതിനകത്താണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇത് ഒരു റേഷ്യോ എക്സ്പ്രഷൻ തന്നെയാണ്. ആ റേഷ്യോ എക്സ്പ്രഷൻ കിടക്കുന്നത് റൂട്ടിനകത്താണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് നമ്പർ പാടില്ല. ആദ്യം അത് വേണം നോക്കാൻ. റൂട്ടിനെയാണ് ആദ്യം നോക്കേണ്ടത്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. ഇവിടെ നെഗറ്റീവ് വരാനുള്ള സാധ്യത എന്താണ്? ഈ വൈ നെഗറ്റീവ് ആയാൽ ഇത് നെഗറ്റീവ് ആവും. ശരിയല്ലേ? അതായത് അതിനർത്ഥം ഇത് നെഗറ്റീവ് ആകണമെങ്കിൽ, റൂട്ടിനകത്ത് നെഗറ്റീവ് വരണമെങ്കിൽ ഈ വൈ നെഗറ്റീവും ഇത് പോസിറ്റീവുമാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ വൈ ലെസ് ദാൻ 0 ആൻഡ് 1 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെ വരുമ്പോഴല്ലേ ഇവിടെ നെഗറ്റീവ് ആവുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇതൊരു എക്സ്പ്രഷൻ അല്ലേടി, എ ബൈ ബി. എ ബൈ ബി എപ്പോഴാണ് നെഗറ്റീവ് വരിക? ഒന്നുകിൽ എ നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ബി നെഗറ്റീവ് ആയിരിക്കണം. രണ്ടും നെഗറ്റീവായി പോയാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവായി പോവില്ലേ? അപ്പം ഈ വൈ നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ 1 മൈനസ് വൈ പോസിറ്റീവ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ടോട്ടലി എന്ത് വരിക? നെഗറ്റീവ്. അപ്പം വൈ ലെസ് ദാൻ 0 വന്നാൽ ഇത് നെഗറ്റീവ് ആവും. 1 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 ഗ്രേറ്റർ ദാൻ വൈ, ദാറ്റ് ഈസ് വൈ ലെസ് ദാൻ 1 എന്നല്ലേ അർത്ഥം? നോക്കൂ, 1 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ വൈ അപ്പുറം പോകുമ്പോൾ 1 ഗ്രേറ്റർ ദാൻ വൈ. ഇതിനെ തിരിച്ചെഴുതുമ്പോൾ വൈ ലെസ് ദാൻ 1 എന്ന് വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വൈ ലെസ് ദാൻ 0 ആൻഡ് വൈ ലെസ് ദാൻ 1 എന്നല്ലേ വന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വൈ ലെസ് ദാൻ 0 ആൻഡ് വൈ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നിന് ബാക്കിലേക്ക് 0യ്ക്ക് ബാക്കിലേക്ക് എന്നാണ് അർത്ഥം. ഒന്നിന് ബാക്കിലേക്കുള്ള വിലകളും 0യ്ക്ക് ബാക്കിലേക്കുള്ള വിലകളും, അത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ എന്ത് വരും? ഒന്നിന് ബാക്കിലേക്കുള്ള വിലകൾ, 0യ്ക്കും ബാക്കിലേക്കുള്ള വിലകൾ. ഒന്നിന് ബാക്കിലേക്കുള്ള വിലകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 0.5, 0, -1, -2. 0യ്ക്ക് ബാക്കിലേക്കുള്ളതോ -1, -2. അപ്പം ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്തെന്ന് പറയാം? വൈ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞുകൂടി. അതായത് വൈ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു നമ്പർ ലൈൻ വരച്ചാൽ ഇതാണ് വൈ ആക്സിസ് എങ്കിൽ, സപ്പോസ് വൈ ആക്സിസ് ആണെങ്കിൽ 1 ഇവിടെ, 1 ലെസ് ദാൻ 1ന് ബാക്കിലേക്കുള്ളത്, ആൻഡ് വൈ ലെസ് ദാൻ 0 ഇവിടെ ഒരു 0 വരെ, 0യ്ക്ക് ബാക്കിലേക്കുള്ളത്. അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ പോർഷനല്ലേ ഉള്ളൂ. ലെസ് ദാൻ 1ഉം ലെസ് ദാൻ 0യും ടോട്ടലായി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോർഷൻ ഇതല്ലേ. അപ്പോൾ വൈ ലെസ് ദാൻ 0 എന്ന് പറയുന്നതാണ് ആദ്യത്തെ കണ്ടീഷൻ. വൈ ലെസ് ദാൻ 0 വന്നാൽ ഇയാൾ നെഗറ്റീവായി പോകും. അപ്പോൾ എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? 0ന് ബാക്കിലേക്കുള്ള ആളുകളെ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നുവെങ്കിൽ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈ ലെസ് ദാൻ 0 വന്നാൽ, സപ്പോസ് വൈ ഈക്വൽ ടു -2 എന്ന് കൊടുത്തു പോയാൽ ഇവിടെ -2 ബൈ 1 മൈനസ് -2 1 + 3 എന്ന് വരില്ലേ. അപ്പോൾ വൈ -2 എന്ന് കൊടുത്താൽ ഈ റൂട്ടിനകത്ത് നെഗറ്റീവ് വരില്ലേ. -1 കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. -10 കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ 0യ്ക്ക് ബാക്കിലേക്കുള്ള ഒരാളെ പോലും ഇവിടെ കൊടുക്കാൻ കഴിയില്ല. 0യ്ക്ക് മുകളിലുള്ള ആളുകളെ മാത്രമേ കൊടുക്കാൻ കഴിയൂ. ഇനി 0യ്ക്ക് മുകളിലുള്ള ആളുകൾ, അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് മനസ്സിലായി. 0യ്ക്ക് ബാക്കിലേക്കുള്ളവരെ കൊടുക്കാൻ കഴിയില്ല, 0യ്ക്ക് മുകളിലേക്കുള്ളവരെ കൊടുക്കാം. ഇനി 0യ്ക്ക് മുകളിലേക്കുള്ളവരെ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിവിടെ വൈക്ക് 3 കൊടുക്കുന്നതെന്ന് വെക്കുക. 3 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 1 മൈനസ് 3 -2 എന്നാവത്തില്ലേ. 3 കൊടുക്കുമ്പോൾ നോക്കൂ, 3/1 - 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3/-2 എന്ന് വരില്ലേ.
3/-2. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആവില്ലേ? റൂട്ടിനകത്ത് റൂട്ട് ഓഫ് 3/1 - 3 റൂട്ട് -3/2 എന്ന് വരത്തില്ലേ? അപ്പോൾ ഇവിടെ വൈക്ക് നമ്മൾക്ക് 3 കൊടുക്കാൻ കഴിയില്ല. 2 കൊടുക്കാൻ കഴിയുമോ? 2/1 - 2 2/-1 അത് നെഗറ്റീവ് ആവില്ലേ? 2 കൊടുക്കാൻ കഴിയില്ല. 1 കൊടുക്കാൻ കഴിയുമോ? പറ്റത്തില്ല, കാരണം ഡിനോമിനേറ്റർ 0 ആയി പോകും. 1/1 - 1 1/0. ഇനി നമ്പർ ബൈ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, അത് ഒരിക്കലും കൊടുക്കാൻ കഴിയാത്തതാണ്. ഡിനോമിനേറ്റർ 0 ആവുന്ന വില ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ 1 കൊടുക്കാൻ കഴിയില്ല. അപ്പം 1ന് ബാക്കിലേക്കുള്ള ആളെ 0.5 കൊടുക്കാൻ പറ്റും, അത് കൊടുക്കാം. 1 - 0.5 പോസിറ്റീവായി നിൽക്കും. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം y > 0 ആണ്. 0യ്ക്ക് മുകളിലേക്കുള്ള വാല്യൂ കൊടുക്കാം, പക്ഷേ 1ന് ബാക്ക് വരെ ഉള്ളത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. 1 കഴിഞ്ഞൊരു വില നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. 1.5 കൊടുത്താലും 1 - 1.5 നെഗറ്റീവായി പോവും. 1 - 2 നെഗറ്റീവ് നമ്പറായി പോവും. 1 - 3 നെഗറ്റീവ് നമ്പറായി പോവും. 1 - 5 അപ്പോൾ 1ന് മുകളിലേക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല. 0യ്ക്ക് ബാക്കിലേക്കും കൊടുക്കാൻ കഴിയില്ല, കാരണം ന്യൂമറേറ്റർ നെഗറ്റീവായി പോകും. അപ്പം 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ആളുകളെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? കൊടുക്കാൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, 0 കൊടുക്കാൻ പറ്റുമോ? 0 കൊടുക്കാമോ? 0/1 - 0 0/1 - 0 0/1 0 എന്ന് ആൻസർ കിട്ടും. റൂട്ട് 0 കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. 1 കൊടുക്കാൻ കഴിയുമോ? പറ്റില്ല, കാരണം 1/0 എന്നാണ് വരിക, അത് ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ 1 കൊടുക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് അല്പം ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻ ആണ്. റേഞ്ച് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എക്സ് എക്സ്പ്രഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, എക്സ് എക്സ്പ്രഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നാണ് നോക്കേണ്ടത്? നിങ്ങൾ നോക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നെഗറ്റീവ് വരുന്ന വാല്യൂകൾ ഏതൊക്കെ, നെഗറ്റീവ് വരാനുള്ള വാല്യൂസ് ഏതൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വൈക്ക് 0യ്ക്ക് ബാക്കിലേക്ക് വന്നാൽ ഇതെല്ലാം നെഗറ്റീവായി പോകും. വൈക്ക് നെഗറ്റീവ് നമ്പർ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ 0യ്ക്ക് ബാക്കിലേക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ 0യ്ക്ക് മുകളിലേക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഡിനോമിനേറ്റർ നെഗറ്റീവ് ആവുന്നത് 1ന് മുകളിലേക്കുള്ള വില കൊടുക്കുമ്പോഴാണ് ഡിനോമിനേറ്റർ നെഗറ്റീവ് ആവുക. 1 - 2 1 - 3 1. അപ്പോൾ 1ന് മുകളിലേക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ 0യ്ക്ക് മുകളിലേക്ക് 1ന് താഴേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. 0യ്ക്ക് മുകളിലേക്കും 1ന് താഴേക്കും. അപ്പോൾ 0യും 1ഉമാണ്. ഇനി 0 കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. 0/1 - 0 0 കിട്ടും. 1 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം 1/0 ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ നമുക്ക് 0 കൊടുക്കാം, 1 കൊടുക്കാൻ കഴിയില്ല. ഈ രീതിയിലാണ് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? റേഞ്ച് കണ്ടുപിടിക്കുക. റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് 0, 1 ഓപ്പൺ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അല്പം ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിലേഷൻ f ആൻഡ് g ആർ ഡിഫൈൻഡ് ബൈ f(x) ഈക്വൽ ടു f എന്ന് പറയുന്ന റിലേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. x² 0 ≤ x ≤ 3 3x 3 ≤ x ≤ 10. ആൻഡ് അടുത്ത റിലേഷൻ g of x ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x² 0 ≤ x ≤ 2 3x 2 ≤ x ≤ 10. ഷോ ദാറ്റ് f ഈസ് എ ഫംഗ്ഷൻ ആൻഡ് g ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇത് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ തന്നിരിക്കുന്ന f എന്ന് പറയുന്ന റിലേഷൻ ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കുക, എന്നാൽ g ഫംഗ്ഷൻ അല്ല എന്ന് തെളിയിക്കുക. അങ്ങനെ നമ്മൾക്ക് എഫും ജിയും തന്നിട്ട് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, എക്സിൻ്റെ ഒരു വിലകൾക്ക് ഒരു y മാത്രമേ കിട്ടുന്നുള്ളൂ, അതോ എക്സിൻ്റെ ഒരു വിലയ്ക്ക് 2 yകൾ കിട്ടുന്നുണ്ടോ എന്നതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. കൺസിഡർ f of x. കൺസിഡർ f of x. f of x കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇവിടെ സ്പ്ലിറ്റിങ് വന്നിരിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, 0 to 10 ആണ്. രണ്ടും 0 to 10 ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സിൻ്റെ വില 0 മുതൽ 10 വരെ, എക്സിൻ്റെ വില 0 മുതൽ 10 വരെ. ഇതിൽ സ്പ്ലിറ്റിങ് വന്നിരിക്കുന്നത്, എഫിൽ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 3യിലാണ്. അപ്പോൾ നിങ്ങൾ ആ 3 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 3, സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്ന പോയിന്റ് 3 ആണ് കൺസിഡർ ചെയ്തത്. നോക്കൂ, എക്സ് ഈക്വൽ ടു 3യിൽ എഫ് ഓഫ് 3, എക്സ് 3 ആകുമ്പോൾ എഫ് ഓഫ് 3. നോക്കൂ, ഇവിടെ എക്സ് ഈക്വൽ ടു 3 വരുന്നത് ഇതാ, ഇവിടെ x² ഇല്ലേ, എക്സ് ഈക്വൽ ടു 3. അപ്പോൾ എന്താ വരിക? x² ഈക്വൽ ടു 3² ഈക്വൽ ടു 9. ശരിയല്ലേ? എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 വരുന്നത്, എക്സ് ഈക്വൽ ടു 3 വരുന്നത്, ആ എക്സ് ഈക്വൽ ടു 3 വരുന്നത് x²അല്ലേ, 3 കൊടുക്കുമ്പോൾ 3² ഈക്വൽ ടു 9 എന്ന് വരും. അടുത്തത് വീണ്ടും നോക്കൂ, അവിടെ ഒരു 3യും കൂടി ഇല്ലേ, ഇവിടെയും എക്സ് ഈക്വൽ ടു 3 അല്ലേ, അവിടെയും ഉണ്ടല്ലോ എക്സ് ഈക്വൽ ടു 3. അത് 3x ആണ്. 3xൽ കൊടുക്കുമ്പോൾ 3 × 3 9 എന്ന് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും 3 എന്ന് പറയുന്ന വില കൊടുക്കുമ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് കിട്ടുന്നത്? 9 എന്ന് തന്നെയാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എക്സ് ഈക്വൽ ടു 3ക്ക് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. സ്പ്ലിറ്റിങ് 3യിൽ നടന്നിട്ടുണ്ടെങ്കിലും എക്സ് ഈക്വൽ ടു 3യിൽ നമുക്ക് y എന്ന് പറയുന്ന വാല്യൂ എന്തേ കിട്ടുന്നുള്ളൂ? 9 മാത്രമേ കിട്ടുന്നുള്ളൂ. വേറെ ഒരു പോയിന്റിലും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, സ്പ്ലിറ്റിംഗ് ഉള്ള പോയിന്റ് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി.
അപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റിൽ ഒരേ ഒരു y വാല്യൂ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എഴുതാം, നമുക്ക് എഴുതാം therefore for every x values in the domain, for every x values in the domain we have one and only one y values. Therefore f is a function. കാരണം ഇവിടെ എഫ് ഓഫ് എക്സിൽ ആകെ സ്പ്ലിറ്റിംഗ് വന്ന 3 എന്ന് പറയുന്ന പോയിന്റിൽ, ആ 3 എന്ന് പറയുന്ന പോയിന്റിലും കറക്റ്റായിട്ട് രണ്ട് ഫംഗ്ഷനിലും നമുക്ക് 9 കിട്ടി. ഈ റിലേഷനിൽ 9 കിട്ടി, ഈ റിലേഷനിൽ 9 കിട്ടി എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന പ്രീ ഇമേജിന് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് എക്സ് വാല്യൂ ഡൊമൈനിലുള്ള എല്ലാ എക്സ് വാല്യൂസിനും ഒരേ ഒരു വൈ വാല്യൂ മാത്രമേ ഉള്ളതുകൊണ്ട് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ എന്താണ്? ഫംഗ്ഷനാണ്. അടുത്തത് നമുക്ക് ജി ഓഫ് എക്സിൻ്റെ കേസ് നോക്കാം. അടുത്തത് റിലേഷൻ ജി നോക്കാം. കൺസിഡർ ജി ഓഫ് എക്സ് ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു, അവിടെ കട്ടിങ് വന്നിരിക്കുന്നത് സ്പ്ലിറ്റിങ് വന്നിരിക്കുന്നത് 2-ലാണ്, അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പം നമ്മൾ ആദ്യം ജി ഓഫ് 2 അറ്റ് എക്സ് ഈക്വൽ ടു ടിയിൽ ജി ഓഫ് 2 നോക്കുന്നു. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ ഇവിടെ ഒരു റിലേഷൻ എക്സ് സ്ക്വയർ എന്നാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പം ഇവിടുത്തെ റിലേഷൻ പ്രകാരം അത് 4 ആണ്. അടുത്ത രണ്ടാമതൊരു റിലേഷൻ തന്നിരിക്കുന്നു, അവിടെയും എക്സ് ഈക്വൽ ടു 2 എന്നാണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ അർത്ഥം എക്സ് ഈക്വൽ ടു 2 ഇവിടെയും ഉണ്ട്. എക്സ് ഈക്വൽ ടു 2-ൽ ഇവിടെ 3x എന്നാണ്, എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ 3 × 2 6 എന്ന് വന്നു. നോക്കൂ, എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജിന് അല്ലെങ്കിൽ എക്സ് വാല്യൂവിന് 2 വൈ വാല്യൂ വന്നില്ലേ? എക്സ് ഈക്വൽ ടു 2-ന് y 4 എന്നും വന്നു, എക്സ് ഈക്വൽ ടു 2-ന് y 6 എന്നും വന്നു. അപ്പോൾ ഒരു പ്രീ ഇമേജിന് ഇവിടെ 2 ഇമേജുകൾ വന്നില്ലേ? അപ്പോൾ ഫംഗ്ഷൻ്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്താ പറയുന്നത്? ഒരു എക്സിന് ഒരു വൈയേ പാടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു എക്സിന് എത്ര വൈ വാല്യൂ വന്നു? 2 വൈ വാല്യൂ വന്നു. അതുകൊണ്ട് നമ്മൾ പറയും ഹിയർ അറ്റ് എക്സ് ഈക്വൽ ടു 2 വി ഹാവ് 2 ഇമേജസ് അല്ലേ? നമുക്ക് 2 ഇമേജസ് കിട്ടിയിട്ടുണ്ട്. 2 ഇമേജസ് 4 and 6. Therefore g is not a function. g എന്തല്ല? ഒരു ഫംഗ്ഷൻ അല്ല. കാരണം എക്സിന് ഒന്നിൽ കൂടുതൽ ഇമേജ് വന്നു. അതേസമയം എഫ് ഓഫ് എക്സിന് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്പ്ലിറ്റിംഗ് പോയിന്റിലും ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഫംഗ്ഷനാണ്. ബട്ട് ജി ഓഫ് എക്സ് ഇവിടെ എന്തല്ല? ഫംഗ്ഷൻ അല്ല. ശ്രദ്ധിച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. If f of x equal to x square, find f of 1.1 minus f of 1 by 1.1 minus 1. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ വില കാണാനാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1. അതാണല്ലോ കാണുന്നത്. എഫ് ഓഫ് 1.1 മൈനസ് എഫ് ഓഫ് 1 ബൈ 1.1 മൈനസ് 1 ഈക്വൽ ടു എഫ് ഓഫ് 1.1 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. 1.1 ആകുമ്പോൾ 1.1 സ്ക്വയർ മൈനസ് എഫ് ഓഫ് 1 ആകുമ്പോൾ എക്സിന് പകരം 1 സ്ക്വയർ ബൈ 1.1 മൈനസ് 1. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1ൻ്റെ സ്ക്വയർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1.21 എന്ന് കിട്ടും. മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. താഴെ മൈനസ് ചെയ്യുമ്പോൾ 0.1 എന്ന് വരും. ഈക്വൽ ടു 0.21 ബൈ 0.1. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.1 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയാണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കും. നോക്കൂ, ലെറ്റ് എഫ് കോമ ജി ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 3. 2 ഫംഗ്ഷനുകൾ തന്നിരിക്കുന്നു. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ആ ഫംഗ്ഷനുകൾ എഫ് പ്ലസ് ജി കാണുക, രണ്ടും ആഡ് ചെയ്യുക, എഫ് മൈനസ് ജി രണ്ടും മൈനസ് ചെയ്യുക, എഫ് ജി 2 മൾട്ടിപ്ലൈ ചെയ്യുക, എഫ് ബൈ ജി 2 ഡിവൈഡ് ചെയ്യുക. അതായത് 2 ഫംഗ്ഷനുകൾ തന്നാൽ അവ തമ്മിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. എളുപ്പമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ അർത്ഥം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ്. 2 ഫംഗ്ഷനും കൂടി ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് 1 പ്ലസ് 2x മൈനസ് 3. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1, ജി ഓഫ് എക്സ് 2x മൈനസ് 3 ഈക്വൽ ടു എക്സ് പ്ലസ് 2x 3x മൈനസ് 2. കണ്ടല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എഫ് മൈനസ് ജി. എഫ് മൈനസ് ജി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 minus 2x minus 3. That is equal to x plus 1 minus 2x plus 3. Minus അകത്തേക്ക് പോകുമ്പോൾ സൈൻ മാറും. ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 4. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ജി. എഫ് ജി എന്ന് പറഞ്ഞാൽ എഫും ജിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 3. That is equal to multiply ചെയ്യുമ്പോൾ x into 2x, 2x square, x into 3 minus 3x plus 2x minus 3. That is equal to
2x² minus 3x plus is minus x minus 3. ഇങ്ങനെയാണ് സാധാ മൾട്ടിപ്ലിക്കേഷൻ. എഫ് ജി എന്ന് പറഞ്ഞാൽ സാധാ മൾട്ടിപ്ലിക്കേഷൻ. നാലാമത്തത് എഫ് ബൈ ജി. എഫ് ബൈ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നർത്ഥം. ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ 2x മൈനസ് 3. ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എഴുതാൻ മാത്രമേ കഴിയുള്ളൂ. ബട്ട് നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടി. കാരണം ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് റാഷണൽ ഫംഗ്ഷനായി മാറി. റാഷണൽ ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിനെ കൊടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണല്ലോ, ഡൊമൈനിൽ നിന്ന് ആ പോയിന്റ് കളയും. അപ്പോൾ 2x മൈനസ് 3 0 ആവുന്ന പോയിന്റ് കൂടി കണ്ടുപിടിക്കണം. 2x മൈനസ് 3 0, ദാറ്റ് ഈസ് x ഈക്വൽ ടു 2x ഈക്വൽ ടു 3, x ഈക്വൽ ടു 3/2 എന്ന് പറയുന്ന പോയിന്റാണ് വരിക. ഈ 3/2 എന്ന് പറയുന്ന പോയിന്റ് ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ 0 ആകില്ലല്ലോ, ആകില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഡൊമൈനും കൂടി എഴുതണം. നിങ്ങൾക്ക് 3/2 കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്? r മൈനസ് 3/2 എന്നാണ്, റിയൽ മൈനസ് 3/2. പക്ഷേ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് എക്സ് നോട്ട് ഈക്വൽ ടു 3/2 എന്ന് കൂടി എഴുതണം. കാരണം എക്സ് 3/2 നിങ്ങൾ ഇവിടെ കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ബൈ 0 ഇൻഫിനിറ്റി ആയി പോകും, അത് കൊടുക്കാൻ കഴിയില്ല. ആ വില ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇതും കൂടി ഇങ്ങനെ കൂടി എഴുതണം. നോക്കൂ, നമ്മൾ റാഷണൽ വരുമ്പോൾ r മൈനസ് സെറ്റ് 3/2 എന്ന് എഴുതാറുണ്ടായിരുന്നല്ലോ. ഇതിന് തുല്യം തന്നെയാണ് എന്തെന്ന് കൊടുക്കുന്നത്? എക്സ് നോട്ട് ഈക്വൽ ടു 3/2 എന്ന് കൊടുക്കും. അതായത് എക്സിൻ്റെ വില 3/2 കൊടുക്കാൻ കഴിയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 9, 10, 11, 12, 13 ആൻഡ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു എൻ. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാച്ചുറൽ നമ്പറാണ്. എ ടു എൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എൻ ഈക്വൽ ടു ദ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എൻ. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് എഫ്. അതായത് ഈ എയിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എൻ, ഇതിൽ നിന്ന് നിങ്ങൾ ഒരാളെ എടുത്താൽ ദ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ, അതാണ് ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ എയിൽ നിന്ന് എന്നിലേക്കാവുമ്പോൾ എയിലുള്ള എല്ലാവരും ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം 9 പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് 9 ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് 9 എന്നർത്ഥം. ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് 9. 9ൻ്റെ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഏതാണ്? 9ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 3 അല്ലേ? 3 × 3 139 അല്ലേ വരിക? അതിൽ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഏതാണ്? 3 ആണ് വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ? 9ൻ്റെ ഫാക്ടേഴ്സ് 3 ആണ് വരിക. അടുത്തത് എഫ് ഓഫ് 10 ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് 10. 10ൻ്റെ ഫാക്ടേഴ്സ് 2ഉം 5ഉം വരുമ്പോൾ അതിൽ ഹയസ്റ്റ് ആയിട്ട് വരിക 5 ആണ് അല്ലേ? 1 2 5 10 ആണ് ഫാക്ടേഴ്സ് വരിക. അതിൽ പ്രൈം ഫാക്ടർ 2ഉം 5ഉം ആണ്. അതിൽ 5 തന്നെയാണ് ഹയസ്റ്റ്. എഫ് ഓഫ് 11 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ത് തന്നെയാണ്? 11 തന്നെ. കാരണം 11ന് 2 ഫാക്ടറുകളാണുള്ളത്, 1ഉം 11ഉം. അതിൽ ഹയസ്റ്റ് പ്രൈം 11 തന്നെയാണ്. അടുത്തത് എഫ് ഓഫ് 12 ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് 12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12ൻ്റെ പ്രൈം ഫാക്ടറുകൾ ഏതൊക്കെയാണ്? 1 2 3 4 6 12. ഇത്രയുമാണ് ഫാക്ടറുകൾ. ഇതിൽ പ്രൈം ഫാക്ടറുകൾ ഏതൊക്കെയാണ്? 2 3. ഇത് മാത്രമേ പ്രൈം നമ്പർ ഉള്ളൂ. അപ്പോൾ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഏതാണ്? 3 ആണ് വരിക. ശരിയാണല്ലോ? അടുത്തത് എഫ് ഓഫ് 13 ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് 13. 13ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 13ഉം ആണ്. അതിൽ ഹയസ്റ്റ് ഏത് തന്നെയാണ്? 13 തന്നെയാണ്. ദെയർഫോർ റേഞ്ച് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സെറ്റ് 3 5 11 13. ഇത്രയുമാണ് എന്തായിട്ട് വരിക? നമ്മളുടെ റേഞ്ച് കിട്ടുന്ന ഉത്തരങ്ങളായിട്ട് വരിക. ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഫംഗ്ഷൻ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ ഈ ക്വസ്റ്റ്യനോട് കൂടി കഴിയുകയാണ്. ടെക്സ്റ്റിൽ നിങ്ങളുടെ എക്സസൈസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമ്പിളുകൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക.